വാർത്തകളിലേക്ക് സ്വാഗതം. പ്രധാന വാർത്തകൾ. ഓൾ കേരള ക്വാറി ആൻഡ് ക്രഷേഴ്സ് കോർഡിനേഷൻ ജില്ലാ സമിതിയുടെ നേതൃത്വത്തിൽ കളക്ടറേറ്റ് ഓഫീസിലേക്ക് മാർച്ച് സംഘടിപ്പിച്ചത് വിവിധ ആവശ്യങ്ങൾ ഉന്നയിച്ച്. അക്ഷരമുറ്റത്ത് ഒരു വട്ടം കൂടി ചട്ടഞ്ചാൽ ഹയർ സെക്കൻഡറി സ്കൂളിൽ പൂർവ്വ വിദ്യാർത്ഥി സംഗമം. പരിപാടിയുടെ ഉദ്ഘാടന കർമ്മം ഇ ചന്ദ്രശേഖരൻ നിർവഹിക്കും. മൃഗസംരക്ഷണ മേഖലയിലെ പ്രശ്നം പരിഹരിക്കണമെന്നാവശ്യവുമായി ലൈഫ് സ്റ്റോക്ക് ഇൻസ്പെക്ടർമാർ ജില്ലാ മൃഗസംരക്ഷണ ഓഫീസിനു മുന്നിൽ ധർണ സംഘടിപ്പിച്ചു. തിരുനബിയുടെ സ്നേഹലോകം എന്ന വിഷയത്തിൽ ഡിസംബർ 24-ന് മുള്ളേരിയിൽ മിലാദ് കോൺഫറൻസ് സംഘടിപ്പിക്കും. സുശീല ഗോപാലൻ അനുസ്മരണത്തിന്റെ ഭാഗമായി ചെറുവത്തൂരിൽ സെമിനാർ സംഘടിപ്പിച്ചത് ജനാധിപത്യ മഹിളാ അസോസിയേഷൻ ജില്ലാ കമ്മിറ്റി. PF പെൻഷനേഴ്സ് കാഞ്ഞങ്ങാട് ഏരിയ സമ്മേളനത്തിന് സമാപനം. വിശദമായ വാർത്തകളിലേക്ക്. ഓൾ കേരള ക്വാറി ആൻഡ് ക്രഷേഴ്സ് കോർഡിനേഷൻ ജില്ലാ സമിതിയുടെ നേതൃത്വത്തിൽ കളക്ടറേറ്റ് ഓഫീസിലേക്ക് മാർച്ച് സംഘടിപ്പിച്ചു. വിവിധ ആവശ്യങ്ങൾ ഉന്നയിച്ചായിരുന്നു മാർച്ച് സംഘടിപ്പിച്ചത്. ചെറുകിട കരിങ്കല്ല് നിർമ്മാണ മേഖല സംരക്ഷിക്കുക, കരിങ്കല്ല് നിർമ്മാണത്തിന് ബാധകമാകുന്ന നിയമങ്ങൾ പിൻവലിക്കുക തുടങ്ങിയ ആവശ്യങ്ങൾ ഉന്നയിച്ചാണ് ഓൾ കേരള ക്വാറി ആൻഡ് ക്രഷേഴ്സ് കോർഡിനേഷൻ ജില്ലാ സമിതിയുടെ നേതൃത്വത്തിൽ കളക്ടറേറ്റ് ഓഫീസിലേക്ക് മാർച്ച് നടത്തിയത്. വിദ്യാനഗർ ഗവൺമെന്റ് കോളേജ് പരിസരത്ത് നിന്നും തുടങ്ങിയ മാർച്ചിൽ നിരവധി പേർ പങ്കെടുത്തു. തുടർന്ന് കളക്ടറേറ്റ് ഓഫീസ് പരിസരത്ത് നടന്ന ധർണ CITU സംസ്ഥാന സെക്രട്ടറി P. രാഘവൻ ഉദ്ഘാടനം ചെയ്തു. വൻകിട കോടികളെ സംബന്ധിച്ചുള്ള പ്രശ്നങ്ങൾ വേറെയുള്ളൂ. പരിസ്ഥിതിയെ നമുക്ക് തള്ളിപ്പറയാൻ കഴിയില്ല. പരിസ്ഥിതി സംരക്ഷിക്കേണ്ടത് മനുഷ്യരുടെ ആവശ്യമാണ്. പ്രകൃതിയെ വല്ലാതെ ചൂഷണം ചെയ്തുകൊണ്ട് മനുഷ്യൻ നിർമ്മിക്കുന്ന ചില പ്രവർത്തനങ്ങളുണ്ട്, എടുക്കുന്ന പ്രവർത്തനങ്ങളുണ്ട്. അതിനോട് നമുക്ക് യോജിപ്പില്ല. എന്നാൽ എല്ലാത്തിനും പരിസ്ഥിതി, വെള്ളത്തിന് പരിസ്ഥിതി, റോഡിന് പരിസ്ഥിതി, എല്ലാത്തിനും പരിസ്ഥിതി വാദവുമായി നടക്കുന്ന ആൾക്കാരോട് നമുക്ക് യോജിപ്പില്ല. പരിസ്ഥിതി സംരക്ഷിച്ചുകൊണ്ട് ഈ പ്രവർത്തനങ്ങളെല്ലാം നടത്താൻ സാധിക്കും. പരിസ്ഥിതി സംരക്ഷിക്കാൻ ഭരിക്കുന്ന ഗവൺമെന്റിന്റെ ബാധ്യതയുണ്ട്, എല്ലാവർക്കും ബാധ്യതയുണ്ട്. അതാണ് ഇപ്പോൾ കോടതിയെല്ലാം വ്യക്തമാക്കിയത്. സുപ്രീം കോടതി വരെ പോയി. സുപ്രീം കോടതിയിൽ നിന്നും അനുകൂലമായിട്ടൊരു വിധിയല്ല നമുക്ക് ലഭിച്ചിട്ടുള്ളത്. ഇവിടെ കോറ ഉടമസ്ഥന്മാർക്ക് ലഭിച്ചിട്ടുള്ളത്. നമ്മൾ ആവശ്യപ്പെടുന്നത് കേരളത്തിന്റെ പരിസ്ഥിതിക്ക് തകരാറില്ലാത്ത രീതിയിൽ ഈ കോറകൾ നടത്താൻ ആവശ്യമായുള്ള നിയമം വേണമെങ്കിൽ നിയമമുണ്ടാക്കണം, അതിനാവശ്യമായിട്ടുള്ള നടപടി വേണമെന്നുള്ളതാണ്. കോർഡിനേഷൻ ജില്ലാ പ്രസിഡന്റ് BM സിദ്ദിഖ് അധ്യക്ഷത വഹിച്ചു. മുഹമ്മദ് കുഞ്ഞി, T. കൃഷ്ണൻ, PK രാജൻ, ഹനീഫ നെല്ലിക്കുന്ന്, MC പ്രഭാകരൻ, ഫറൂഖ് ഖാസ്മി തുടങ്ങിയവർ നേതൃത്വം നൽകി. ചട്ടഞ്ചാൽ ഹയർ സെക്കൻഡറി സ്കൂൾ പൂർവ്വ വിദ്യാർത്ഥി സംഗമവും ആദരിക്കലും കലാവിരുന്നും സംഘടിപ്പിക്കും. അക്ഷരമുറ്റത്ത് ഒരു വട്ടം കൂടി പരിപാടിയുടെ ഉദ്ഘാടനം റവന്യൂ മന്ത്രി ഇ ചന്ദ്രശേഖരൻ നിർവഹിക്കുമെന്ന് ഭാരവാഹികൾ വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. 1976-ലെ പ്രഥമ ബാച്ച് മുതൽ ചട്ടഞ്ചാൽ സ്കൂളിൽ നിന്നും പഠിച്ചു പുറത്തിറങ്ങിയവർ വീണ്ടും ഒത്തുകൂടുകയാണ്. ഡിസംബർ 23-ന് വൈകുന്നേരം വിളംബര ഘോഷയാത്രയുടെ പരിപാടിക്ക് ഔപചാരികമായ തുടക്കം കുറിക്കും. ഹയർ സെക്കൻഡറി സ്കൂളിൽ നടക്കുന്ന അക്ഷരമുറ്റത്ത് ഒരു വട്ടം കൂടി പരിപാടിയുടെ ഔപചാരിക ഉദ്ഘാടനം റവന്യൂ മന്ത്രി ഇ ചന്ദ്രശേഖരൻ നിർവഹിക്കുമെന്നും ഭാരവാഹികൾ വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. 1976-ൽ ആരംഭിച്ച ചട്ടഞ്ചാൽ ഹയർ സെക്കൻഡറി സ്കൂളിൽ നിന്നും പഠിച്ചിറങ്ങിയ പൂർവ്വ വിദ്യാർത്ഥികൾ അക്ഷരമുറ്റത്ത് ഒരു വട്ടം കൂടി എന്ന പേരിൽ പൂർവ്വ വിദ്യാർത്ഥി കുടുംബസംഗമം നടത്തുന്ന വിവരം സന്തോഷപൂർവ്വം നിങ്ങളെ അറിയിക്കുകയാണ്. 76 മുതൽ 2000 വരെ പഠിച്ചിറങ്ങിയ വിദ്യാർത്ഥികളുടെ കൂട്ടായ്മയാണ് സംഘടിപ്പിക്കുന്നത്. ഈ കാലയളവിലെ മുഴുവൻ വിദ്യാർത്ഥികളെയും പോസ്റ്റലായി ക്ഷണിച്ചുകൊണ്ട് നടത്തുന്ന, ഒരുപക്ഷെ കേരള ചരിത്രത്തിൽ തന്നെ ഇത്രയും വിപുലമായ ഒരു പൂർവ്വ വിദ്യാർത്ഥി കൂട്ടായ്മ നടന്നിട്ടുണ്ടാവില്ല എന്നാണ് ഞങ്ങളുടെ വിശ്വാസം. പ്രശസ്ത സിനിമാ താരം ബിജുക്കുട്ടൻ മുഖ്യാതിഥിയായിരിക്കും. മുഹമ്മദ് ഇക്ബാൽ പട്ടുവത്തിൽ അധ്യക്ഷത വഹിക്കും. സ്കൂളിലെ പ്രഥമ അധ്യാപകർ ആയിരുന്ന രാധാകൃഷ്ണൻ മാസ്റ്റർ അടക്കമുള്ള ആദ്യകാല അധ്യാപകരെ K. കുഞ്ഞിരാമൻ MLA ആദരിക്കും. പരിപാടിയിൽ ചെമ്പരത്തി പ്രസാദനം പ്രസിദ്ധീകരിച്ച ഉണ്ണികൃഷ്ണൻ അണിഞ്ഞയുടെ കവിതാ സമാഹാരം സഹപാഠി റവന്യൂ മന്ത്രി ഇ ചന്ദ്രശേഖരൻ രാധാകൃഷ്ണൻ മാസ്റ്റർക്ക് നൽകി പ്രകാശനം ചെയ്യും. പരിപാടിയിൽ അനുസ്മരണവും കലാവിരുന്നും സംഘടിപ്പിക്കും. വാർത്താസമ്മേളനത്തിൽ ഇക്ബാൽ പട്ടുവത്തിൽ, ഹാരിസ് ബണ്ടിച്ചാൽ, അബ്ദുൽ ഖാദർ തെക്കിൽ, ജയകൃഷ്ണൻ നായർ തുടങ്ങിയവർ സംബന്ധിച്ചു. മൃഗസംരക്ഷണ മേഖലയിലെ പ്രശ്നങ്ങൾ പരിഹരിക്കണമെന്നാവശ്യപ്പെട്ട് ലൈഫ് സ്റ്റോക്ക് ഇൻസ്പെക്ടർമാർ ജില്ലാ മൃഗസംരക്ഷണ ഓഫീസിന് മുന്നിൽ ധർണ നടത്തി. സംസ്ഥാന സെക്രട്ടറി M. സുനിൽകുമാർ ധർണ ഉദ്ഘാടനം ചെയ്തു.
മൃഗസംരക്ഷണ മേഖലയിലെ പ്രശ്നങ്ങൾ പരിഹരിക്കണമെന്നാവശ്യപ്പെട്ടാണ് ജില്ലാ മൃഗസംരക്ഷണ ഓഫീസിന് മുന്നിൽ ലൈഫ് സ്റ്റോക്ക് ഇൻസ്പെക്ടർമാർ ധർണാ സമരം നടത്തിയത്. സംസ്ഥാന സെക്രട്ടറി എം സുനിൽകുമാർ ഉദ്ഘാടനം ചെയ്തു. സാധാരണഗതിയിൽ ഒരു ജീവനക്കാരൻ്റെ പ്രൊമോഷൻ എന്ന് പറയുന്നത് അവൻ്റെ ജോലിയിൽ അവന് കിട്ടുന്ന ഒരു ആശ്വാസവും അല്ലെങ്കിൽ അവൻ്റെ ഡിഗ്നിറ്റി വർദ്ധിക്കുകയും അല്ല അവൻ്റെ വേതനത്തിലെ വർധനവും ഒക്കെയാണ്. കൂടാതെ അധികാരവും വർദ്ധിക്കുന്നുണ്ട്. പക്ഷേ ലൈഫ് സ്റ്റോക്ക് ഇൻസ്പെക്ടർമാരെ സംബന്ധിച്ച് കേവലം അദ്ദേഹത്തിന് കിട്ടാൻ പോകുന്നത് 5:3:2 എന്ന അനുപാതത്തിലുള്ള പ്രൊമോഷനുകൾ മാത്രമാണ്. അതുതന്നെ കൃത്യമായി നൽകാതെ വ്യക്തമായ കാരണങ്ങളൊന്നുമില്ലാതെ തടസ്സപ്പെടുത്തിക്കൊണ്ട് നമ്മളെ ബുദ്ധിമുട്ടിച്ചുകൊണ്ടിരിക്കുകയാണ്. ജില്ലാ പ്രസിഡന്റ് ഭാസ്കരൻ നൂരാളി അധ്യക്ഷത വഹിച്ചു. സർക്കാർ സബ്സിഡി നിരക്കിലുള്ള കാലിത്തീറ്റ വിതരണം കാര്യക്ഷമമാക്കണമെന്നും മൃഗസംരക്ഷണ കേന്ദ്രങ്ങൾ പാരമ്പര്യ രീതിയിൽ പുനഃസ്ഥാപിക്കണം തുടങ്ങിയ ആവശ്യങ്ങൾ ഉന്നയിച്ചായിരുന്നു സമരം. മോഹനൻ മൂലക്കോത്ത്, KC സത്യനാരായണൻ, C വിനോദ് കുമാർ, MV ദയാനന്ദൻ, MV മുരളീധരൻ എന്നിവർ സംസാരിച്ചു. ദളിതർ നിരന്തരമായി ആക്രമിക്കപ്പെടുന്നുവെന്നും മന്ത്രി AK ബാലൻ രാജിവെക്കണമെന്നും BJP SC/ST മോർച്ച സംസ്ഥാന അധ്യക്ഷൻ അഡ്വക്കേറ്റ് സുധീർ വാർത്താസമ്മേളനത്തിലാണ് ഇക്കാര്യം വ്യക്തമാക്കിയത്. LDF സർക്കാർ അധികാരത്തിൽ വന്നതു മുതൽ നിരന്തരമായി പട്ടികജാതി പട്ടികവർഗ കുടുംബങ്ങൾ സംസ്ഥാനത്ത് ആക്രമിക്കപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. ജീവനും സ്വത്തിനും സംരക്ഷണം നൽകേണ്ട പോലീസുകാർ തന്നെ ദളിതർക്ക് നേരെ വ്യാപകമായ ആക്രമണങ്ങളാണ് അഴിച്ചുവിടുന്നതെന്നും BJP SC/ST മോർച്ച സംസ്ഥാന അധ്യക്ഷൻ അഡ്വക്കേറ്റ് സുധീർ വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. സർക്കാരിന്റെ നേതൃത്വത്തിൽ ഗവൺമെന്റിന്റെ നേതൃത്വത്തിലുള്ള ദളിത് വേട്ടയാണ് ഇന്ന് കേരളത്തിൽ നടന്നുകൊണ്ടിരിക്കുന്നത്. ഞങ്ങൾ അടിവരയിട്ട് പറയുന്നു, കേരളത്തിലെ പട്ടികജാതി ക്ഷേമ വകുപ്പ് മന്ത്രി AK ബാലൻ ഒരു നിമിഷം പോലും കഴിയാതെ രാജിവെച്ചൊഴിയാൻ തയ്യാറാകണം. കേരളത്തിലെ മുഖ്യമന്ത്രി ആഭ്യന്തര വകുപ്പ് ഒഴിയണം, പട്ടികജാതി വകുപ്പ് മന്ത്രി AK ബാലൻ രാജിവെക്കണം. ഈ ആവശ്യങ്ങൾ ശക്തമായി പട്ടികജാതി മോർച്ച ഉന്നയിക്കുകയാണ്. അതോടൊപ്പം കേരളത്തിൽ നടന്നിട്ടുള്ള ഈ ദളിത് പീഡനങ്ങൾ ഇത് ആവശ്യപ്പെട്ടുകൊണ്ട് കേന്ദ്ര സർക്കാരിനെയും കേന്ദ്ര പട്ടികജാതി കമ്മീഷനെയും പട്ടികജാതി മോർച്ച ഉടൻ സമീപിക്കും. വാർത്താ സമ്മേളനത്തിൽ അഡ്വക്കേറ്റ് K ശ്രീകാന്ത്, AK കയ്യാർ, സമ്പത് കുമാർ തുടങ്ങിയവർ സംബന്ധിച്ചു. തിരുനബിയുടെ സ്നേഹലോകം എന്ന വിഷയത്തിൽ ഡിസംബർ 24-ന് മുള്ളേരിയയിൽ മിലാദ് കോൺഫറൻസ് സംഘടിപ്പിക്കും. ഭാരവാഹികൾ വാർത്താ സമ്മേളനത്തിലാണ് ഇക്കാര്യം അറിയിച്ചത്. കേരള മുസ്ലിം ജമാഅത്ത് SYS മുള്ളേരിയ സോൺ SSF ബദിയടുക്ക ഡിവിഷൻ സംയുക്തമായാണ് പരിപാടി സംഘടിപ്പിക്കുന്നത്. പള്ളങ്കോട് അബ്ദുൽ ഖാദർ മദനി പരിപാടി ഉദ്ഘാടനം ചെയ്യുമെന്നും ഭാരവാഹികൾ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു. മീലാദ് കോൺഫറൻസും അതുപോലെ തന്നെ പ്രമുഖരായ 2 മഹൽ വ്യക്തിത്വങ്ങളെ ആദരിക്കുന്ന സമ്മേളനം കൂടി നടക്കുന്നുണ്ട്. കേരള മുസ്ലിം ജമാഅത്തിൻ്റെ സംസ്ഥാന ജനറൽ സെക്രട്ടറി സയ്യിദ് ഇബ്രാഹിം ഖലീൽ ബുഖാരി തങ്ങൾ സംബന്ധിക്കുന്ന പരിപാടി വലിയ ഒരു മീലാദ് വിളംബര റാലിയും കൂടി നടക്കുന്നുണ്ട്. സയ്യിദ് സൈനുൽ ആബിദീൻ മുത്തുക്കോയ തങ്ങൾ കണ്ണവത്ത് അധ്യക്ഷത വഹിക്കും. ചടങ്ങിൽ വെച്ച് ആദൂർ സയ്യിദ് പൂക്കുഞ്ഞിത്തങ്ങൾ അൽ അഹദിനെയും ഇബ്രാഹിം ഫൈസി ദേലമ്പാടിയെയും ആദരിക്കും. വാർത്താ സമ്മേളനത്തിൽ സയ്യിദ് ഹസൻ ഇമ്പിച്ചിത്തങ്ങൾ, അബ്ദുൾ റഹ്മാൻ സഖാഫി പൂത്തപ്പലം, ഹനീഫ് സാദി പള്ളത്തൂർ, ഉമർ സഖാഫി പള്ളത്തൂർ, സിദ്ദിഖ് പൂത്തപ്പലം തുടങ്ങിയവർ സംസാരിച്ചു. ജനാധിപത്യ മഹിളാ അസോസിയേഷൻ ജില്ലാ കമ്മിറ്റി ചെറുവത്തൂരിൽ സെമിനാർ സംഘടിപ്പിച്ചു. സുശീല ഗോപാലൻ അനുസ്മരണത്തിന്റെ ഭാഗമായിരുന്നു സെമിനാർ. ഏകീകൃത സിവിൽ കോഡ് അടിയന്തര ചർച്ചയ്ക്ക് പിന്നിലെ രാഷ്ട്രീയം എന്നതായിരുന്നു വിഷയം. സമരത്തിന്റെയും സഹനത്തിന്റെയും വഴിത്താരകളിൽ അചഞ്ചലയായി നിലയുറപ്പിച്ച സുശീല ഗോപാലന്റെ 15ാം ചരമവാർഷികത്തിന്റെ ഭാഗമായാണ് ജനാധിപത്യ മഹിളാ അസോസിയേഷൻ ജില്ലാ കമ്മിറ്റി ചെറുവത്തൂരിൽ സെമിനാർ സംഘടിപ്പിച്ചത്. മഹിളാ അസോസിയേഷൻ സംസ്ഥാന രക്ഷാധികാരി VV സരോജിനി സെമിനാർ ഉദ്ഘാടനം ചെയ്തു. എനിക്കറിയാം, ഞാൻ ചെറിയ കുട്ടിയായിരുന്ന കാലത്ത് കരിവള്ളൂരൊക്കെ വരുമ്പോഴേ തന്നെ വന്നാൽ മഹിളാ പ്രസ്ഥാനത്തെക്കുറിച്ചായിട്ട് ചോദിക്കുക. ആദ്യം മഹിളാ അസോസിയേഷൻ ഒന്നും ഉണ്ടായിരുന്നില്ല, മഹിളാ സംഘം. കേരള മഹിളാ സംഘത്തിൻ്റെ സജീവ പ്രവർത്തകയായിട്ടുള്ള യശോദ ടീച്ചർക്ക് സുശീലേച്ചി എന്ന് പറഞ്ഞാൽ കാണപ്പെട്ട ദൈവം. പക്ഷെ ആ തരത്തിൽ സുശീല ഗോപാലൻ്റെ നേതൃത്വത്തിൽ ഉണ്ടായിട്ടുള്ള സംഘം 1957
കണ്ണൂർ ജില്ലക്കകത്ത് രൂപീകരിച്ച കേരള മഹിളാ സംഘത്തിൽ പ്രവർത്തിച്ച ഒരാൾ എന്നുള്ളത് സ്കൂൾ വിട്ട് വന്നാൽ തന്നെ അതിനകത്തേക്കാണ് പോയത്. ആ പ്രവർത്തനം എന്ന് പറഞ്ഞാൽ അന്ന് ഒരുപാട് കഷ്ടപ്പാടായിരുന്നു. ഇന്നങ്ങനെ കഷ്ടപ്പാടൊന്നുമില്ല. ഇന്ന് ആര് എവിടെ വന്നാലും ഒരു ചായ വേണോ എന്ന് ചോദിക്കും, അന്നൊരു വെള്ളം തരില്ല. പക്ഷേ കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനം ആർഒൻ കമ്പനിയുടെ മർദ്ദന മുറകൾ കണ്ടുകൊണ്ടാണ് അന്ന് കേരള മഹിളാ സംഘത്തിന്റെ പ്രവർത്തകന്മാരും മുമ്പോട്ട് വന്നത്. മഹിളാ അസോസിയേഷൻ ജില്ലാ പ്രസിഡന്റ് എം സുമതി അധ്യക്ഷത വഹിച്ചു. ഏകീകൃത സിവിൽ കോഡ് അടിയന്തര ചർച്ചയ്ക്ക് പിന്നിലെ രാഷ്ട്രീയം എന്നതായിരുന്നു സെമിനാറിന്റെ വിഷയം. അഡ്വക്കേറ്റ് പി ശ്യാമളാദേവി, അഡ്വക്കേറ്റ് ബിന്ദു പെരിയ എന്നിവർ വിഷയം അവതരിപ്പിച്ചു. മഹിളാ അസോസിയേഷൻ നേതാക്കളായ എം ലക്ഷ്മി, പി ശ്യാമള, പി സി സുബൈദ, എം ശാന്ത, കെ വി ലക്ഷ്മി, ദേവി രവീന്ദ്രൻ എന്നിവർ സംസാരിച്ചു. മഹിളാ അസോസിയേഷൻ ജില്ലാ സെക്രട്ടറി പത്മാവതി സ്വാഗതം പറഞ്ഞു. PF പെൻഷനേഴ്സ് കാഞ്ഞങ്ങാട് ഏരിയ സമ്മേളനം സമാപിച്ചു. സഹകരണ മേഖലയെ സംരക്ഷിക്കണമെന്നാവശ്യപ്പെട്ടുകൊണ്ട് ഡിസംബർ 29 നടക്കുന്ന മനുഷ്യച്ചങ്ങല വിജയിപ്പിക്കാൻ സമ്മേളനം തീരുമാനിച്ചു. നോട്ട് നിരോധനത്തിലെ അപാകതകൾ പരിഹരിക്കുക, സഹകരണ മേഖലയെ സംരക്ഷിക്കുക തുടങ്ങിയ ആവശ്യങ്ങൾ ഉന്നയിച്ചുകൊണ്ട് ഡിസംബർ 29 നടക്കുന്ന മനുഷ്യച്ചങ്ങല വിജയിപ്പിക്കാൻ മുഴുവൻ പ്രവർത്തകരും രംഗത്തിറങ്ങണമെന്ന് സമ്മേളനം ആവശ്യപ്പെട്ടു. മേലാങ്കോട്ട് വെച്ച് നടന്ന സമ്മേളനം CPIM നേതാവ് AK നാരായണൻ ഉദ്ഘാടനം ചെയ്തു. P കുഞ്ഞിരാമൻ അധ്യക്ഷനായി. C ബാലകൃഷ്ണൻ, P നാരായണൻ, M രാമൻ, KV കുഞ്ഞമ്പു തുടങ്ങിയവർ സംസാരിച്ചു. ആനബാഗുലുവിലെ കെട്ടിടത്തിനകത്ത് കണ്ടെത്തിയ മൃതദേഹം അടുക്കത്ത് ബയൽ സ്വദേശിയുടേതാണെന്ന് തിരിച്ചറിഞ്ഞു. അടുക്കത്ത് ബയലിലെ ഇബ്രാഹിമിന്റെ മൃതദേഹമാണ് അഴുകിയ നിലയിൽ കണ്ടെത്തിയത്. കാസർഗോഡ് ആനബാഗുലുവിലെ നിർമ്മാണത്തിലിരിക്കുന്ന കെട്ടിടത്തിനകത്ത് കണ്ടെത്തിയ മൃതദേഹം അടുക്കത്ത് ബയൽ സ്വദേശിയുടേതാണെന്ന് തിരിച്ചറിഞ്ഞു. അടുക്കത്ത് ബയൽ സ്വദേശി ഇബ്രാഹിമിന്റെ മൃതദേഹമാണ് അഴുകിയ നിലയിൽ കണ്ടെത്തിയത്. ഇബ്രാഹിം മാസങ്ങൾക്ക് മുമ്പ് വീട് വിട്ട് ഇറങ്ങിയതാണെന്നാണ് നിഗമനം. പരിയാരം മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ പോസ്റ്റ്മോർട്ടത്തിന് ശേഷം മൃതദേഹം ബന്ധുക്കൾക്ക് കൈമാറി. ഭാര്യ നസിയ, സലീം, ഖൈറുനിസ, സിനാൻ, നിസാമുദ്ദീൻ, ഷംന തുടങ്ങിയവർ മക്കളാണ്. തൊഴിലാളി വർഗ നേതൃനിരയിലെ കരുത്തുറ്റ സാന്നിധ്യമായിരുന്ന A കരുണാകരനെ അനുസ്മരിച്ചു. കർഷക തൊഴിലാളി യൂണിയൻ തൃക്കരിപ്പൂർ ഏരിയ കമ്മിറ്റിയാണ് മാണിയാട്ട് അനുസ്മരണം സംഘടിപ്പിച്ചത്. മണ്ണിലധ്വാനിക്കുന്ന കർഷക തൊഴിലാളികൾക്കു വേണ്ടി വിശ്രമമില്ലാതെ പോരാടിയ A കണാരൻ്റെ 12ാം ചരമവാർഷികത്തിന്റെ ഭാഗമായാണ് കർഷക തൊഴിലാളി യൂണിയൻ A കണാരൻ അനുസ്മരണ ദിനം സംഘടിപ്പിച്ചത്. മാണിയാട്ട് നടന്ന അനുസ്മരണ യോഗം കർഷക തൊഴിലാളി യൂണിയൻ ജില്ലാ സെക്രട്ടറി VK രാജൻ ഉദ്ഘാടനം ചെയ്തു. വളരെ ദൂരം നടന്ന് 8-9 കിലോമീറ്റർ ദൂരമുള്ള ഒരു സ്കൂളിലാണ് കലാലയത്തിന്റെ വിദ്യാഭ്യാസം ആരംഭിക്കുന്നത്. വളരെ കഷ്ടപ്പാടുകൾ സഹിച്ചിരുന്ന ഒരു കാലഘട്ടമാണ്. കാരണം 8-9 കിലോമീറ്റർ നടന്നു പോവുക, ഇന്ന് നമ്മുടെ വീട്ടിന്റെ മുമ്പിൽ ബസ് ഉണ്ടാകും, അതിൽ കയറാം, ഓട്ടോറിക്ഷ വന്നാൽ മക്കളെ കൊണ്ടുപോകാം, ആ സൗകര്യങ്ങളുണ്ട്. അപ്പൊ അതൊന്നുമില്ല. അപ്പൊ ഈ കോവിലകം സ്കൂളിൽ പഠനം നിഷേധിച്ചപ്പോ നേരെ എന്ത് ചെയ്തു? അച്ഛനും അമ്മയുടെയും നിർബന്ധത്തിന് വഴങ്ങി നേരെ ഈ പറയുന്ന സ്കൂളിലേക്ക് 8 കിലോമീറ്റർ അധികം ഉള്ള സ്കൂളിലേക്ക് നടന്നുപോയി. കർഷക തൊഴിലാളികൾക്ക് അവകാശ പോരാട്ടത്തിലേക്ക് കുതിക്കാനുള്ള ഊർജ്ജവും ആവേശവും പകർന്ന A കണാരൻ അടിസ്ഥാന ജനവിഭാഗത്തിന്റെ വികാരം തന്നെയായിരുന്നുവെന്ന് VK രാജൻ അനുസ്മരണ പ്രഭാഷണത്തിൽ ചൂണ്ടിക്കാട്ടി. പാർലമെന്റേറിയൻ എന്ന നിലയിലും നിയമസഭാംഗം എന്ന നിലയിലും ശക്തമായ സാന്നിധ്യമായിരുന്നു A കണാരൻ. മുന്നോട്ടുള്ള പോരാട്ടത്തിൽ ഈ തൊഴിലാളി നേതാവിന്റെ ഓർമ്മ കരുത്താകുമെന്നും രാജൻ പറഞ്ഞു. K ഗംഗാധരൻ അധ്യക്ഷനായിരുന്നു. P കുഞ്ഞിക്കണ്ണൻ, K ശ്യാമള എന്നിവർ സംസാരിച്ചു. K ദാമോദരൻ സ്വാഗതം പറഞ്ഞു. കുട്ടിക്കൂട്ടത്തിനൊപ്പം ഇരുന്ന് പഴയ തലമുറ പങ്കുവച്ചത് നാടിന്റെ ഇന്നലകളിലെ നന്മ. ചെറിയാക്കര ഗവൺമെന്റ് LP സ്കൂൾ PTA കമ്മിറ്റിയുടെ നേതൃത്വത്തിലാണ് നാട്ടുപഴമ നടന്നത്. പാഠഭാഗങ്ങളിലുള്ള പഴയകാല കാർഷികോപകരണങ്ങളും വീട്ടുപകരണങ്ങളും പരിചയപ്പെടുത്തുക എന്നതായിരുന്നു ലക്ഷ്യം. ചെറിയാക്കര ഗ്രാമം ഒന്നടങ്കം പരിപാടിയിൽ പങ്കുചേർന്നു. പ്രദേശത്തെ കൃഷിയിടങ്ങൾ, കാർഷിക വിളകൾ, കൃഷിരീതികൾ, കാർഷിക ഉപകരണങ്ങളുടെ ഉപയോഗരീതി എന്നിവയെല്ലാം പഴയകാല കർഷകർ കുട്ടികൾക്ക് പകർന്നു നൽകി. നാട്ടിപ്പാട്ടുകളുടെ ഇണവും കുട്ടികൾക്കും പ്രദേശത്തെ പുതുതലമുറയിൽപ്പെട്ടവർക്കും വേറിട്ട അനുഭവമായി മാറി. പഴയകാല കാർഷികോപകരണങ്ങളുടെയും വീട്ടുപകരണങ്ങളുടെയും എല്ലാം വിപുലമായ പ്രദർശനവും ഒരുക്കിയിരുന്നു. വിദ്യാലയത്തിലെ അധ്യാപകരും രക്ഷാകർതൃ സമിതി അംഗങ്ങളും പ്രദേശത്തെ വീടുകളിൽ നിന്നാണ് ഉപകരണങ്ങൾ ശേഖരിച്ചത്. ഏത്താങ്കൊട്ട, ഉവേണി, കലപ്പ, നുകം, പറ, മുറം, ഉരൽ, കിണ്ണം, മൺകലം, കാടിപ്പലക, ഉലക്ക, കഞ്ഞിക്കലം, ഭസ്മക്കൊട്ട, ഓലക്കൊട്ട തുടങ്ങിയ ഉപകരണങ്ങൾ സ്കൂളിലെ കുട്ടികൾക്ക് മാത്രമല്ല പ്രദർശനം വീക്ഷിക്കാനെത്തിയ മുതിർന്നവർക്കും ഏറെ കൗതുകം പകർന്നു. അധ്യാപകരായ ബാലചന്ദ്രൻ എരവിൽ, വിനയൻ പിലിക്കോട് എന്നിവർ പയമപറയലിന് നേതൃത്വം നൽകി. എന്തെല്ലോ പറഞ്ഞു. അങ്ങനെയാണെങ്കിൽ ഞാൻ ചോദിക്കട്ടെ, ഈ കയ്യൂര് കൃഷി അല്ല നിങ്ങൾക്കും പറയാം. പറയുന്നു അല്ല ആരുണ്ട അല്ല പറയാ കൃഷി 5 മണിക്ക് കയറും,
അടത്തിലെല്ലാം പോയാൽ അതെയാ മൊബൈൽ കൊണ്ടുപോയി സമയം നോക്കാൻ 5 മണി എങ്ങനെ സമയം നോക്കി ഏത്താംകൊട്ട, കലപ്പ എന്നിവയുടെയെല്ലാം ഉപയോഗരീതി കർഷകനായ കുഞ്ഞിരാമൻ ഉപകരണങ്ങളുടെ സഹായത്തോടെ വിശദീകരിച്ചു. കാർഷിക സംസ്കാരം തിരിച്ചുപിടിക്കേണ്ടതിൻ്റെയും ഗ്രാമത്തിൻ്റെ നന്മയും നിഷ്കളങ്കതയും നിലനിർത്തേണ്ടതിൻ്റെയും പ്രാധാന്യം ഓർമ്മപ്പെടുന്നതായി നാട്ടുവർത്തമാനവും പ്രദർശനവും മാറി. പഞ്ചായത്ത് അംഗം വിജയകുമാരി ഉദ്ഘാടനം ചെയ്തു. PTA പ്രസിഡന്റ് വിനോദ് OK അധ്യക്ഷനായി. ചെറുവത്തൂർ BPO നാരായണൻ, സ്കൂൾ പ്രധാനാധ്യാപിക M മന്ദാകിനി, BRC പരിശീലകൻ ഉണ്ണിരാജൻ, M അശോകൻ, വിജയൻ, ഗോപാലൻ, മഞ്ജുളായം, സുനിൽകുമാർ തുടങ്ങിയവർ സംസാരിച്ചു. രാജ്യത്ത് സമഗ്രമായ കർഷക ക്ഷേമ പദ്ധതി നടപ്പിലാക്കണമെന്നാവശ്യപ്പെട്ടുകൊണ്ട് അഖിലേന്ത്യാ കിസാൻ സഭയുടെ നേതൃത്വത്തിൽ കാഞ്ഞങ്ങാട് ഹെഡ് പോസ്റ്റ് ഓഫീസിലേക്ക് മാർച്ച് സംഘടിപ്പിച്ചു. മാർച്ചിൽ നിരവധി പേർ പങ്കെടുത്തു. രാജ്യത്ത് സമഗ്രമായ കർഷകക്ഷേമ പദ്ധതി നടപ്പിലാക്കുക, രാജ്യത്തെ എല്ലാ കാർഷിക ഉൽപ്പന്നങ്ങൾക്കും ആദായകരമായ വില നൽകുക എന്നീ ആവശ്യങ്ങൾ ഉന്നയിച്ചുകൊണ്ടാണ് അഖിലേന്ത്യാ കിസാൻ സഭയുടെ നേതൃത്വത്തിൽ ദേശീയ പ്രക്ഷോഭം സംഘടിപ്പിക്കുന്നത്. ദേശീയ പ്രക്ഷോഭത്തിന്റെ ഭാഗമായി കാഞ്ഞങ്ങാട് ഹെഡ് പോസ്റ്റ് ഓഫീസിലേക്ക് മാർച്ച് നടത്തി. മാർച്ചിൽ നിരവധി പേർ പങ്കെടുത്തു. തുടർന്ന് നടന്ന പ്രതിഷേധ യോഗം കിസാൻ സഭ സംസ്ഥാന വൈസ് പ്രസിഡന്റ് PA നായർ ഉദ്ഘാടനം ചെയ്തു. പെട്രോളിന്റെ വില, ഡീസലിന്റെ വില ഓരോ ദിവസമാണ് ഈ 2 ഉറുപ്പിക 300 ഉറുപ്പിക കയറ്റി വെക്കുന്നത്. അത് വാരം പോലെ കയറുകയാണ്, ഓരോ ദിവസവും കയറ്റുകയാണ്. ആരാണ് ചോദിക്കുന്നത്? ചോദിക്കാൻ ഈ സംസ്ഥാന ഈ രാജ്യത്തെ ഒരു ഗവൺമെന്റ് ഉണ്ടോ? നരേന്ദ്രമോദിക്ക് കേരളത്തിൽ ഇന്ത്യയിൽ താമസിക്കാൻ നേരമില്ല, പാർലമെന്റിലേക്ക് വരാൻ സമയമില്ല. ഈ കഴിഞ്ഞ ഒരു മാസക്കാലത്തിനിടയിൽ നടന്ന പാർലമെന്റ് യോഗങ്ങളിൽ പങ്കെടുക്കുവാനും പാർലമെന്റ് അംഗങ്ങളെ സംഭാവന ചെയ്യുവാനും അവർക്ക് അവർ പറയുന്ന ചോദ്യങ്ങൾക്ക് മറുപടി പറയാനും നമ്മുടെ രാജ്യത്തെ പ്രധാനമന്ത്രിയില്ല. അദ്ദേഹം സൂചിപ്പിക്കുകയാണ്. മസേനാർ അധ്യക്ഷനായി. ബംഗളം കുഞ്ഞികൃഷ്ണൻ, KP സഹദേവൻ, V കണ്ണൻ, M കൃഷ്ണൻ, M ഗംഗാധരൻ, ആനന്ദ ഷെട്ടി, VV ഗംഗാധരൻ, M രാജപ്പൻ തുടങ്ങിയവർ സംസാരിച്ചു. പ്രധാന വാർത്തകൾ വീണ്ടും. ഓൾ കേരള ക്വാറി ആൻഡ് ക്രഷേഴ്സ് കോർഡിനേഷൻ ജില്ലാ സമിതിയുടെ നേതൃത്വത്തിൽ കളക്ടറേറ്റ് ഓഫീസിലേക്ക് മാർച്ച് സംഘടിപ്പിച്ചത് വിവിധ ആവശ്യങ്ങൾ ഉന്നയിച്ച്. അക്ഷരമുറ്റത്ത് ഒരു വട്ടം കൂടി ചട്ടഞ്ചാൽ ഹയർ സെക്കൻഡറി സ്കൂളിൽ പൂർവ്വ വിദ്യാർത്ഥി സംഗമം. പരിപാടിയുടെ ഉദ്ഘാടന കർമ്മം E ചന്ദ്രശേഖരൻ നിർവഹിക്കും. മൃഗസംരക്ഷണ മേഖലയിലെ പ്രശ്നം പരിഹരിക്കണമെന്നാവശ്യവുമായി ലൈഫ് സ്റ്റോക്ക് ഇൻസ്പെക്ടർമാർ ജില്ലാ മൃഗസംരക്ഷണ ഓഫീസിനു മുന്നിൽ ധർണ സംഘടിപ്പിച്ചു. തിരുനബിയുടെ സ്നേഹലോകം എന്ന വിഷയത്തിൽ ഡിസംബർ 24-ന് മുള്ളേരിയിൽ മിലാദ് കോൺഫറൻസ് സംഘടിപ്പിക്കും. സുശീല ഗോപാലൻ അനുസ്മരണത്തിന്റെ ഭാഗമായി ചെറുവത്തൂരിൽ സെമിനാർ സംഘടിപ്പിച്ചത് ജനാധിപത്യ മഹിളാ അസോസിയേഷൻ ജില്ലാ കമ്മിറ്റി. PF പെൻഷനേഴ്സ് കാഞ്ഞങ്ങാട് ഏരിയ സമ്മേളനത്തിന് സമാപനം. വാർത്താ ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു. നമസ്കാരം.